ഹലോ, വെൽക്കം ടു ലൈഫ് ആൻഡ് ലീഫ് വിത്ത് ശ്രുതി. ഇനി നമുക്ക് ഒരു ഈസി ഗാർലിക് ചിക്കൻ റെസിപ്പി നോക്കാം. അതിനായി ഒരു 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരാണ്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് 2 2.5 സ്പൂണോളം മൈദപ്പൊടി നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ചൂടായ പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. വളരെ കുറച്ച് എണ്ണ മതി. എണ്ണ നന്നായി ചൂടായാൽ ചിക്കന്റെ പീസുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ്. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് മറുഭാഗവും വേവിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ 2 ഭാഗത്തും തിരിച്ചിട്ട് ചിക്കൻ ആവശ്യത്തിന് വേവിച്ചെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിന്റെ ഇടയിലായിരിക്കണം. ഇതുപോലെ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് മൊരിച്ചെടുക്കാം. ഇതിപ്പം ചിക്കൻ എല്ലാം അത്യാവശ്യം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂണോളം ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് നമുക്ക് ഒരു 2-3 ടീസ്പൂണോളം ഗാർലിക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി നന്നായി മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1/2 മുതൽ 1 സ്പൂണോളം മൈദ നമുക്ക് ചേർക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോയിലായിരിക്കണം, മൈദ കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് 1 കപ്പോളം ചിക്കന്റെ സ്റ്റോക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ഈ സ്റ്റോക്കിൽ കുറച്ച് കുരുമുളകും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒറിഗാനോവും ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും ചേർക്കാവുന്നതാണ്. കൂടെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ബോയിൽ ആയിക്കോട്ടെ. നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനും ഈ സ്റ്റോക്കും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരും. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഗാർലിക് ചിക്കൻ റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ചൂടോടുകൂടി ഫ്രൈഡ് റൈസിന്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലെയുള്ള റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.